إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത, അത് ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖുതുബകളുടെ ആരംഭത്തിൽ, ഉപദേശങ്ങളുടെ തുടക്കത്തിൽ ഒക്കെയായി സ്വഹാബികളെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആ ഒരു വസിയ്യത്ത് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വ എന്ന വലിയ ഗുണം ശീലിച്ചെടുക്കാൻ, അത് ജീവിതത്തിൽ പരിശീലിച്ചെടുക്കാൻ, ജീവിതത്തിൽ ഉടനീളം അത് പാലിക്കാനും, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എത്രയോ സന്ദർഭങ്ങൾ, അതിൽ നിന്ന് ലോകാവസാനം വരേക്കുമുള്ള മനുഷ്യരായ നമുക്ക്, നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന് പഠിക്കാനുള്ള എത്രയോ പാഠങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത്രയേറെ കൃത്യമായി ഓരോ അതിസൂക്ഷ്മമായ സന്ദർഭങ്ങൾ പോലും സ്വഹാബിമാർ ഒപ്പിയെടുത്ത് ഹദീസുകളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുൻപ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ദിവസം രാത്രി, അർദ്ധരാത്രി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അന്ന് മുസ്ലിങ്ങളുടെ പൊതു മഖ്ബറയായ സ്വഹാബിമാരെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ബഖീഉൽ ഗർഖദ് എന്നറിയപ്പെടുന്ന ഇന്നുമുള്ള ബഖീഉ മഖ്ബറയിലേക്ക് പോയ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന അബൂ മുവൈഹിബ എന്ന ചെറിയ പ്രായക്കാരനായിരുന്ന പ്രവാചകന്റെ ഭൃത്യൻ, സ്വഹാബി, അദ്ദേഹത്തെയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്മാരിൽപ്പെട്ട, ജോലിക്കാരിൽപ്പെട്ട വലിയൊരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, രാത്രി കുറെ വൈകി, അർദ്ധരാത്രിയായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ ആളുകളുണ്ടാകും. പ്രവാചകന്റെ കൂടെ നിഴല് പോലെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകുന്നയാളാണ് ചെറുപ്രായക്കാരായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാവിലെ ബാങ്ക് വിളിക്കാനായി വരുമ്പോൾ പ്രവാചകനെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നയാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒട്ടേറെ സ്വഹാബിമാർ പ്രവാചകന് പല ആളുകളായി, പ്രവാചകൻ പല ജോലികൾ ഏൽപ്പിക്കുന്ന സ്വഹാബിമാരുണ്ട്. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജൗഫിൽ ലൈൽ.
ഒരു അർദ്ധരാത്രി പ്രവാചകൻ എന്നെ ആളെ അയച്ചു വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂ മുവൈഹിബ, അള്ളാഹു എന്നോട് ബഖീഉൽ ഗർഖദിലേക്ക് പോകാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അവിടെ മൺമറഞ്ഞു കിടക്കുന്ന സ്വഹാബിമാർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ, പ്രവാചകന്റെ മകൾ ഒക്കെ ബഖീഉലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണം എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫന്തലിഖ് മഈ, എന്റെ കൂടെ നീയും ബഖീഇലേക്ക് വരണം. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനും പോയി. അവിടെ ചെന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, അല്ലയോ ഖബറിൽ കിടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറഞ്ഞു. ഖബറിൽ ഒരു മഖബറയിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഭാവിയിൽ മുസ്ലിം സമൂഹത്തിന് വരാൻ പോകുന്ന ഒരുപാട് ഫിത്നകൾ, ഒരുപാട് കുഴപ്പങ്ങൾ, മുസ്ലിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പല പ്രശ്നങ്ങൾ, ഇതൊക്കെയും വെച്ച് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നേരത്തെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആ ഫിത്നയിലൊന്നും അകപ്പെടാതെ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷാവസ്ഥയാണ് ഉള്ളത്. ഇനി ശേഷം വരാൻ പോകുന്ന ഫിത്നകൾ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ അത്രയേറെ സന്തോഷിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആശംസകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പോകാൻ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ മുവൈഹിബ, അല്ലയോ അബൂ മുവൈഹിബ. നമുക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നൊരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടം അതിങ്ങനെ അടുക്കാറായി. സഫർ മാസത്തിലാണ് ഇത് നടക്കുന്നത്. റബീഉൽ അവ്വലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോവുകയും ചെയ്തു. യാ അബാ മുവൈഹിബ, ഇന്നി ഖദ് ഊതീതു മഫാത്തിഹ ഖസാഇനിൽ അർദ്. അബൂ മുവൈഹിബ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ എല്ലാ നിധികളുടെയും ഖസാഇനുകളുടെയും താക്കോലുകൾ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. വൽ ഖുൽദ ഫീഹ, ദുനിയാവിൽ ശാശ്വതമായി താമസിക്കാനുള്ള അവസരവും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. സുമ്മൽ ജന്ന, അതിനോടൊപ്പം സ്വർഗവും എനിക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത രണ്ട് ഓഫറുകളെ കുറിച്ചാണ് അബൂ മുവൈഹിബയോട് റസൂൽ പറയുന്നത്. ഒന്ന്, ഈ ദുനിയാവിലെ എല്ലാ അധികാരങ്ങളും സമ്പത്തും ഈ ദുനിയാവിലെ എന്തൊക്കെ ഖജനാവുകളുണ്ടോ അതിന്റെയൊക്കെ താക്കോലുകൾ, അതോടൊപ്പം കാലാകാലം അമരനായി അമരത്വത്തോടുകൂടി ഒരിക്കലും മരിക്കാതെ ഈ ദുനിയാവിൽ ശേഷിക്കാനുള്ള അതിനുള്ള അവസരം, സുമ്മൽ ജന്ന, ഇതൊക്കെ ഉണ്ടെങ്കിലും പരലോകത്തും വിജയം, സ്വർഗം, ഇതൊക്കെയും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഒരു ഓഫർ. വഖുയ്യിർതു ബൈന ദാലിക്, ഇത് എനിക്ക് നൽകുകയും മറ്റൊന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു, രണ്ടിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു വശത്തും വബൈന ലിഖാഇ റബ്ബി അസ്സ വജൽ വൽ ജന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാം, ഈ ദുനിയാവിലെ ഈ സമ്പത്തിന്റെ താക്കോലുകൾ വേണ്ടെന്ന് വയ്ക്കാം, ഇവിടെയുള്ള ശാശ്വതത്വം വേണ്ടെന്ന് വയ്ക്കാം. അതിനപ്പുറത്ത് വബൈന ലിഖാഇ റബ്ബി വൽ ജന്ന, എന്റെ റബ്ബിന്റെ ലിഖാഉം അതോടൊപ്പം സ്വർഗവും എനിക്ക് രണ്ടാമത്തെ ഓഫറായി അള്ളാഹു വെക്കുകയും ചെയ്തു. അപ്പൊ അബൂ മുവൈഹിബ, അദ്ദേഹം ഒരുപാട് പ്രായമുള്ള സ്വഹാബിയൊന്നുമല്ല, ചെറുപ്രായക്കാരനാണ്. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബി വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പ്രവാചകരെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. അത് അറബികളുടെ ഒരു പ്രയോഗമാണ്. എന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്, അത്രയേറെ താല്പര്യവാനാണ് എന്നറിയിക്കുന്ന പ്രയോഗം. ഫഖുദ് മഫാത്തിഹ ദുനിയ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഈ ദുനിയാവിലെ എല്ലാ മഫാത്തിഹുകളും എല്ലാ ഖജനാവുകളുടെയും അധികാരങ്ങളുടെയും താക്കോലുകളും താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അതോടൊപ്പം ശാശ്വതത്വം സ്വീകരിച്ചുകൂടെ? പിന്നെയും സ്വർഗവും ഉണ്ടല്ലോ, അത് സ്വീകരിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലാഹി യാ അബാ മുവൈഹിബ, അബൂ മുവൈഹിബ, ഇല്ല, അല്ലാഹുവാണ് ഇല്ല. ലഖദ് ഇഖ്തർതു ലിഖാഅ റബ്ബി വൽ ജന്ന, ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ റബ്ബിന്റെ ലിഖാഉം അതോടൊപ്പം സ്വർഗവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
പിന്നീട് ബഖീഉകാർക്ക് വേണ്ടി ഒന്നുകൂടി ഇസ്തിഗ്ഫാർ ചെയ്ത് അവരിരുവരും അവിടെ നിന്ന് പുറത്തുപോയി. പിറ്റേ ദിവസം രാവിലെ മുതലായിരുന്നു ഈ സംഭവം. അർദ്ധരാത്രി കഴിഞ്ഞു. പിറ്റേന്ന് സുബഹിയായി. ആ സുബഹിക്ക് ശേഷമാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് നയിച്ച ആ അസുഖത്തിന്റെ രോഗത്തിന്റെ തുടക്കം എന്നും ആ ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. നമ്മൾ ഈ ദുനിയാവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സുഖങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടോ, അതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഹൃദയത്തിലെങ്കിലും അള്ളാഹുവിന്റെ ലിഖാഇനെ പ്രതിഷ്ഠിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന ചോദ്യം. നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് എന്ന് നമ്മൾ സാധാരണ മഹ്ശറയെക്കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തെ വിചാരണയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളവരാണ്, നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? നാളെ നമ്മുടെ കർമ്മങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരുന്ന കോടതിയിൽ നിൽക്കേണ്ടി വരും എന്നതാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ലല്ലോ റബ്ബിന്റെ ലിഖാ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നാളെ റബ്ബിനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും കഴിഞ്ഞത്? അതൊരിക്കലും അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സൗഭാഗ്യവുമല്ലല്ലോ. ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ ലിഖാ എന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മഹ്ശറയിലെ ലിഖാ അല്ല, മഹ്ശറയിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തമല്ല. നേരെ മറിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന അല്ലാഹുവിന്റെ ദർശനമാണ്. ആ ദർശനം കൊതിക്കാനും ജീവിതത്തിൽ അത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാനും അത് ആഗ്രഹിക്കാനും നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചു എന്നത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലും ആ ചോദ്യം ഇടയ്ക്കിടെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പലതരത്തിലുള്ള മുൻഗണനകൾ സെറ്റ് ചെയ്തു വെക്കുന്നു. ഒന്നിനേക്കാൾ നമ്മൾ മുൻഗണന നൽകുന്നു. നമ്മൾ സമ്പത്ത് കൊടുത്ത് വാങ്ങിയ, നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് വാങ്ങിയ വസ്തുക്കൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ അവസരങ്ങൾക്കും നമ്മൾ ഒന്നിന് മറ്റൊന്നിനേക്കാൾ മുൻഗണന കൊടുക്കുന്നു. പക്ഷേ നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആ അസുലഭമായ നിമിഷത്തിന് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻഗണന കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശത്താൽ തിളങ്ങുന്നതായിരിക്കും. തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടി തങ്ങളുടെ റബ്ബിനെ നോക്കുന്ന അവസ്ഥയിൽ അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നതായിരിക്കും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രശംസിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ ലിഖാ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് നാളെ നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കാണുന്ന അവസ്ഥയുണ്ടാകുമോ? നേരിട്ട് കാണാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തുൽ ബദ്രി ലൈസ ദൂനഹു സഹാബ്, മേഘാവൃതമല്ലാത്ത വളരെ തെളിഞ്ഞൊരാകാശത്ത് രാത്രി പൗർണമി ദിവസം, പൂർണ്ണചന്ദ്രനുള്ള ദിവസം ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ചന്ദ്രനെ കാണുന്നതിൽ നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകും? അതുപോലെ വളരെ കൃത്യമായി വ്യക്തമായി നാളെ റബ്ബിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സ്വഹാബിമാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാം. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ്, ഒരു മുഅ്മിനീങ്ങൾ സ്വർഗത്തിന് അർഹരായ ആളുകളൊക്കെയും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരേണ്ടതുണ്ടോ? സ്വർഗത്തിന് അർഹരായി അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം നേടിയെടുത്ത ഇനി അപ്പുറത്തൊരു വഴി, ഇനി വേറൊരു ലോകം, വേറൊരു എന്തെങ്കിലും അതിനേക്കാൾ വലുത് ഒന്നുമില്ല എന്ന് കരുതിയിരിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടോ?
അപ്പൊ അന്ന് സ്വർഗത്തിലുള്ള ആളുകൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ നമ്മുടെ മുഖങ്ങൾ പ്രകാശിതമാക്കിയത് നീയാണല്ലോ. ഈ പരലോകത്ത് ബാക്കി എല്ലാ സമൂഹങ്ങൾക്കും ഇല്ലാത്ത വിധം പ്രത്യേകത നൽകി മുഅ്മിനീങ്ങളെ ശരിയായ പ്രകാശം നൽകി അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. മഹ്ശറയും അതുപോലെ തന്നെ മീസാനും വലിയ വലിയ പരീക്ഷണങ്ങളും സിറാത്തും ഒക്കെ കടന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുക എന്ന വലിയ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് ഒക്കെ നീയാണല്ലോ. ഇനി എന്താണുള്ളത്, ഇനി എന്താണുള്ളത് എന്നാണ് അന്നത്തെ സ്വർഗവാസികളുടെ ആളുകളുടെ ചോദ്യം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുക്ഷഫുൽ ഹിജാബ്, ഈ ലോകത്ത് ഇതുവരെയും ഒരിക്കലും മറ നീക്കപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ ഹിജാബ്, ഈ ലോകത്ത് സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരിക്കലും ഒരു മനുഷ്യനോ ഒരു മലക്കിനോ എന്നല്ല ഒരു സൃഷ്ടിക്കുമോ എത്തിപ്പിടിക്കാനോ ഒന്ന് നോക്കാനോ പോലും കഴിയാത്ത റഹ്മാനായ റബ്ബിന്റെ ആ മറ നീക്കപ്പെടുന്നത് അപ്പോഴാണ് സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ മറ ഹിജാബ് നീക്കപ്പെടുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരാൾക്കുമോ ഈ ലോകത്ത് വെച്ച് നൽകപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് അപ്പോഴാണ് ഉണ്ടാവുന്നത്. ഏറ്റവും വലിയ മനുഷ്യൻ അങ്ങേയറ്റം ഭ്രമിച്ചു പോകുന്ന കാഴ്ചയുണ്ടാകുന്നത് അപ്പോഴാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിച്ച ആളുകൾക്ക്, നല്ലത് പ്രവർത്തിച്ച സൽക്കർമ്മികൾക്ക് അവർക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്, വസിയാദ അതിൽ വർദ്ധിച്ച പ്രതിഫലവുമുണ്ട് എന്ന് വിശദീകരിക്കുന്ന ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഈ സംഭവത്തെ കൂടി തെളിവാക്കിയിട്ടാണ്. അഥവാ അള്ളാഹു അവർക്കുള്ള പ്രതിഫലത്തിനേക്കാളും അപ്പുറത്ത് വസിയാദത്തുൻ, അതിനേക്കാൾ അപ്പുറത്തുള്ളതുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ലിഖാഇനെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ഈ ലിഖാ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് എപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്ന ചോദ്യമാണ്. നമുക്കെപ്പോഴാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളതാണ്, ആ റബ്ബിനെ നേരിട്ട് കാണാനുള്ള ആളുകളാണ്. ആ സൗഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന ഒരു ചിന്ത നമുക്കെപ്പോഴാണ് ഉണ്ടായത് എന്നത് വലിയൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, സത്യനിഷേധികളായ ആളുകൾ ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സംഭവവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ഈ പറയുന്ന ആയത്തുമൊക്കെ ചേർത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർക്ക് ദുനിയാവിനോട് അമിതമായ ഭ്രമമുണ്ടാകും എന്നത് തീർച്ചയാണ്. ദുനിയാവിനോട് അമിതമായ ഭ്രമമുണ്ടെങ്കിൽ ഈ ലോകത്ത് മരണപ്പെടാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള ആഗ്രഹം ഉണ്ടാകുകയില്ല എന്നതും തീർച്ചയാണ്. അതുകൊണ്ടാണ് നിഷേധികളുടെ സ്വഭാവത്തിൽ അള്ളാഹു പറഞ്ഞത് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാത്തവരായിരിക്കും. മറ്റൊരു സവിശേഷത കൂടി, അവരുടെ ഒരു ദുർഗുണം കൂടി പറഞ്ഞു, വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ, അവർക്കിപ്പോ ജീവിക്കുന്ന അവരുടെ ഇപ്പോഴുള്ള ചുറ്റുപാടുകൾ, ദുനിയാവിലെ ജീവിതം, അതിലവർ സമ്പൂർണ്ണ തൃപ്തരായിരിക്കും. അവർക്കതിലൊരു പ്രശ്നവുമില്ല. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണോ, ചെറിയ ചെറിയ ദുനിയാവിലെ നേട്ടങ്ങൾ എന്താണോ, അത് ലഭിക്കാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനപ്പുറത്ത് പരലോകത്തെക്കുറിച്ചോ നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളവരാണ് എന്ന ബോധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചോ അവർക്കൊരു ചിന്തയും ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അവസാന കാലത്ത് മുസ്ലിങ്ങളുടെ നേരെ വരുന്നവരും പോകുന്നവരും ഒക്കെ കുതിര കയറുന്നൊരു കാലമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാം. ആർത്തിപ്പണ്ടാരങ്ങളായ ആളുകൾ അത്യാർത്തിയോടുകൂടി ഒരു തീറ്റമേശയിലേക്ക്, ഒരു തീന്മേശയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തലികയിലേക്ക് കൈകൾ നീട്ടി വരുന്നത് പോലെ വരുന്നവരും പോകുന്നവരുമൊക്കെ മുസ്ലിം സമൂഹത്തിനുമേൽ കുതിര കയറുന്നൊരു കാലം വരും. അന്ന് മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്ന് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഒരുതരം ദൗർബല്യം നിക്ഷേപിക്കും. മുസ്ലിങ്ങളുടെ ശത്രുക്കൾ, എതിരാളികൾ, അവർക്ക് മുസ്ലിങ്ങളെ പറ്റിയുള്ള ഭയവും ഗാംഭീര്യവും നഷ്ടപ്പെടും. അന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ പ്രവാചകരെ നമ്മളെന്ന് ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാകും, ആൾബലം നിങ്ങൾക്ക് കൂടുതൽ തന്നെയായിരിക്കും. പക്ഷേ അത്രയേറെ ക്വാണ്ടിറ്റിയുള്ള ആളുകൾ, നിങ്ങൾ വലിയൊരു സമൂഹം എന്ന നിലയിൽ, ജനസംഖ്യ എന്ന നിലയിൽ മുസ്ലിം നാമധാരികളോടും ഒരുപാടുണ്ടായിരിക്കുമെങ്കിലും ഒരു ക്വാളിറ്റിയുമില്ലാത്ത ആളുകളായിരിക്കും അവർ. മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കും അൽവഹൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുതരം ദൗർബല്യം നിക്ഷേപിക്കും. ആ ദൗർബല്യം എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതേ കാര്യമാണ്. ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്,
ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമവും വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഒന്നിനൊന്നോട് ചേർന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ മുൻഗണനകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദുനിയാവ് നമ്മുടെ മുൻഗണനകളുടെ ലിസ്റ്റിൽ, പ്രയോറിറ്റികളുടെ ലിസ്റ്റിൽ ഒന്നാമതായി കഴിഞ്ഞാൽ ഇവിടെയുള്ള നേട്ടങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത്. ഈ ലോകത്ത് എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ അത് മുഴുവൻ എന്റെ എല്ലാം തികഞ്ഞു എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത് കാണാം. അതുണ്ടായിക്കഴിഞ്ഞാൽ പരലോകബോധം നഷ്ടപ്പെടുന്നു എന്നത് അതിനോടടുത്തു വരുന്ന കാര്യമാണ്. പരലോകബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളതാണെന്ന ചിന്ത, അള്ളാഹുവിനെ കാണാനുള്ളതാണ് എന്ന ചിന്ത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതം കുത്തഴിഞ്ഞതാവാൻ അതിനേക്കാൾ വലുത് മറ്റൊന്ന് വേണ്ടല്ലോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷദ്ദാദ് ഇബ്നുൽ ഹാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വളരെ ഗ്രാമീണനായ അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രവാചകനോട് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു അറാബിയായ ഒരു മനുഷ്യൻ അദ്ദേഹം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്ന ഈ യുദ്ധങ്ങൾക്ക് പോകുന്നു, അതുപോലെ തന്നെ ഹിജ്റ ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് ആ സ്വഹാബിക്കും കൂടി അവകാശപ്പെട്ട യുദ്ധാർജിത മുതലുകൾ വീതം വെച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പല രൂപത്തിൽ ലഭിച്ച സമ്പത്തുകൾ ആളുകൾക്കിടയിൽ വീതം വെച്ചു കൊടുക്കുന്നു. ഈ സ്വഹാബിക്കും ഈ ഗ്രാമീണനായ മനുഷ്യനും ഈ മുതലുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീതം കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ ലഭിച്ച സമ്പത്ത് കണ്ടപ്പോൾ ആ അപരിഷ്കൃതനായ വലിയ സമ്പന്നനൊന്നുമല്ലാത്ത, ജീവിതത്തിൽ മൊത്തത്തിൽ അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പട്ടണത്തിൽ ജീവിക്കാത്ത, സാധാരണ നാടോടിയായി നടക്കുന്ന ഒരു ബധുവായ അറാബിയായ ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ആ കിട്ടിയ സമ്പത്ത് അതുമായി തിരിച്ചു വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്താണ്? എനിക്ക് ലഭിച്ചത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇത് ഞാൻ നിനക്ക് വീതമായി, നിന്റെ അർഹതപ്പെട്ട, നിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് തന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, മാ അലാ ഹാദാ ഇത്തബഅതുക്, ഇതിനു വേണ്ടിയല്ല ഞാൻ താങ്കളെ പിൻപറ്റിയത്, ഇതിനു വേണ്ടിയല്ല ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നേരെ മറിച്ച് തൊണ്ടക്കുഴിയിൽ അമ്പു തറച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക, നാളെ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ അങ്ങനെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഈ പറയുന്നത് സത്യമാണെങ്കിൽ, നിന്റെ ഈ ലക്ഷ്യം അത് ശരിയായ ഉദ്ദേശത്തോടുകൂടി, നീയത്തോടുകൂടി നീ പറഞ്ഞതാണെങ്കിൽ, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ്ക, നീ അള്ളാഹുവിനോട് സത്യസന്ധമായാണ് നീ ഇത് പറയുന്നതെങ്കിൽ അള്ളാഹു നിനക്കത് സാക്ഷാത്കരിച്ചു തരും, നിനക്കത് പൂർത്തീകരിച്ചു തരും. പിന്നെ നമുക്ക് കാണാൻ കഴിയും, ചരിത്രത്തിൽ ആ സ്വഹാബി അടുത്ത യുദ്ധം ചെയ്യുകയും യുദ്ധം എല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഈ അഹറാബിയുടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അതേ തൊണ്ടക്കുഴിയിൽ അമ്പു തറച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ മയ്യിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ ഫസദ്ദഖഹു, അദ്ദേഹം അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്തു, സത്യസന്ധമായി ഒരു നീയത്തുണ്ടായിരുന്നു. അള്ളാഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹവും സത്യസന്ധമായി പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പ്രവാചകൻ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ കൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ മയ്യിത്തിനോട് പെരുമാറുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനു വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയും ആ മനുഷ്യന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ, അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, അല്ലാഹുവേ ഇത് നിന്റെ അടിമയാണ്, ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ എല്ലാം വിട്ടെറിഞ്ഞു വന്ന ഒരു മുഹാജിറാണ്, ഫഖുതില ഷഹീദൻ, പിന്നീട് ഷഹീദായി മരണപ്പെട്ട ആളുമാണ്, അന ഷഹീദുൻ അലാ ദാലിക്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പടച്ചവനെ ഈ മനുഷ്യന് സാക്ഷിയായി ഞാനാണ് എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ ദീനിനു വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന ഏതൊരു സംഗതികൾക്ക് പിന്നിലും നമുക്കുണ്ടാകേണ്ട ആത്യന്തിക ലക്ഷ്യം ഇതാണ്. അതിലെന്തെങ്കിലും ഒരു നേട്ടം ദുനിയാവിൽ നമുക്ക് ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നതിനപ്പുറത്ത്, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണ് എന്ന ചിന്തയ്ക്കപ്പുറത്ത്
മറ്റേതെങ്കിലും ഒരു ലക്ഷ്യമോ മറ്റേതെങ്കിലും താല്പര്യമോ നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചുരുക്കം. നമ്മുടെ മുൻഗണനകൾ അങ്ങനെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സെറ്റ് ചെയ്യേണ്ടതാണ് എന്ന് ചുരുക്കം. ഇതിനുവേണ്ടി മുൻഗാമികൾ പ്രാർത്ഥിച്ചിരുന്നതും അതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ അമ്മാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, വഅസ്അലുക ലദ്ദതൻ നദ്രി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ വജ്ഹ്, നിന്റെ മുഖം, അതിലേക്കുള്ള ദർശനം, ആ ലിഖാ, അതിന്റെ ആസ്വാദനത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള, നിന്റെ ലിഖാഇനോടുള്ള അതിയായ താല്പര്യം, ഇത് ഞാൻ നിന്നോട് തന്നെ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഖിർ ലി ഉമറ ഫീ ലിഖാഇ, അല്ലാഹുവേ ഈ പാവം ഉമറിനെ നിന്നെ കാണാനുള്ള ആളുകളിൽ, നിന്നെ കാണുന്ന, നിന്റെ ലിഖാ നേടിയെടുക്കുന്ന ആളുകളിൽ നീ ഉൾപ്പെടുത്തണമേ എന്ന് മരണത്തോടടുത്ത ദിനങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ആഗ്രഹം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുവേ നിന്റെ ലിഖാ നേടിയെടുക്കുന്ന ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തിൽ ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഓരോ ഇബാദത്തുകളിലും, നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളിലും, നമ്മുടെ നിയ്യത്തുകളിലും ആ ഒരു ചിന്ത കൂടി ഉൾപ്പെടുത്താനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനനുസൃതമായ നല്ലൊരു ജീവിതം, നല്ല ശരിയായ ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടിയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനോടുള്ള തഖ്വ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തത്തെ മറക്കാതെ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നുള്ളത് റജബ് മാസം 2-ാം തീയതിയാണ്. റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക കലണ്ടർ, ഹിജറ കലണ്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. റജബ് എന്നത് ഇസ്ലാമിലെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നുകൂടിയാണ്. സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ രേഖയിൽ മാസങ്ങൾ, ദിവസങ്ങൾ, ഈ കലണ്ടർ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും മനുഷ്യരുണ്ടാക്കിയതുപോലെ ഇങ്ങനെ മാറി മറിയുന്ന ഒന്നല്ല. നേരെ മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു നിശ്ചയിച്ചത് ഒരു വർഷം അത് 12 മാസം ആകണം എന്നാണ്. 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും, അതിൽ നിന്ന് 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയും ചെയ്തു. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 4 മാസങ്ങൾ. ഈ 4 മാസങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പവിത്രതയുണ്ട്. എന്നാൽ ഇതിനപ്പുറത്ത് ഈ മാസങ്ങൾക്കോ മറ്റേതെങ്കിലും മാസങ്ങൾക്കോ ഇല്ലാത്ത പവിത്രത കൽപ്പിച്ചുണ്ടാക്കുകയും അതിനുവേണ്ടി പലതരത്തിലുള്ള ആരാധനകളും ദിക്റുകളും ദുആകളും ഒക്കെ നിർമ്മിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ഇസ്ലാമിന്റെ രീതി അല്ലല്ലോ. റജബ് എന്ന മാസത്തിന്റെ പേര് റജബ് എന്ന് വരാൻ തന്നെ കാരണം മഹത്വമേറിയത്, തർജീബ്, റജ്ജബ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക, ശ്രേഷ്ഠവൽക്കരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ജാഹിലിയ കാലത്തിലുള്ള ആളുകൾ പോലും റജബിനെ ശ്രേഷ്ഠമാസമായി കണ്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തു തൗബയിലെ ആയത്തിന് കീഴെ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇത് റജബ് മാസത്തിനുള്ളൊരു പവിത്രതയാണ്. ഈ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ല. ഈ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയ മാസമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞതിലൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ മാസങ്ങളിൽ യുദ്ധം പോലുള്ള കാര്യങ്ങൾ പാടില്ല, അക്രമങ്ങൾ പാടില്ല. സ്വന്തത്തോടുള്ള ഏറ്റവും വലിയ അക്രമം എന്ന നിലക്ക് സ്വന്തം വ്യക്തി ജീവിതത്തിലുള്ള തിന്മകൾ, അതും ഈ മാസങ്ങളിൽ മറ്റു മാസങ്ങളെക്കാൾ ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഫലാ തഅസുല്ലാഹ ഫീഹാ, ഈ 4 മാസങ്ങളിൽ മനുഷ്യന്മാർ തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ ഒക്കെ നിഷിദ്ധമാക്കിയ പവിത്ര മാസങ്ങളാണെന്ന് പറയുമ്പോൾ അത്തരം വലിയ തിന്മകൾ എന്നത് മാത്രമല്ല, ഫലാ തഅസുല്ലാഹ ഫീഹാ,
ബാക്കി മാസങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ധിക്കാരപൂർവ്വം ചെയ്യുന്ന തിന്മകൾ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ അതുപോലും പാടില്ല. അത് ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മാസങ്ങളെക്കാൾ ഗൗരവം ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്കുണ്ടാകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ പറഞ്ഞ ഇസ്ലാമിൽ വന്ന, വിശുദ്ധ ഖുർആനിൽ വന്ന, തഫ്സീറുകളിലൂടെ പഠിപ്പിച്ച, ഹദീസുകളിൽ വന്ന ഈ പവിത്രതയ്ക്കപ്പുറം റജബ് മാസത്തിന് പല പവിത്രതകളും കൽപ്പിക്കുന്ന ഒരു ട്രെൻഡ് സമൂഹങ്ങളിൽ ഒട്ടേറെ കാലമായി കാണാം. നൂറ്റാണ്ടുകളായി അത് സമൂഹത്തിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ റജബ് മാസം വന്നു കഴിഞ്ഞാൽ, റജബ് മാസത്തിന്റെ വരവ് ആദ്യമായി അറിയിക്കുന്ന മനുഷ്യന് നരകം നിഷിദ്ധമാണ് എന്ന് ഇപ്പോഴും വാട്സപ്പുകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കപ്പെടുന്ന ഹദീസ്, അത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസല്ല. അതൊരു ദുർബല ഹദീസ് പോലുമല്ല. നേരെ മറിച്ച് അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ട, മൗദൂ ആയ, കെട്ടിച്ചമയ്ക്കപ്പെട്ട കള്ള ഹദീസാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള അനവധി പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആരാധനാകർമ്മങ്ങളോ ഇബാദത്തുകളോ ദിക്റുകളോ ദുആകളോ ഈ റജബ് മാസത്തിൽ, ബാക്കിയുള്ള മാസങ്ങളിൽ ഇല്ലാത്തത് ഈ മാസത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഇത്തരത്തിലുള്ള ഓരോ മാസങ്ങളുടെയും ശ്രേഷ്ഠതകൾ പറയുമ്പോൾ, ദിക്റുകളും ദുആകളും പുതിയതായി ഇങ്ങനെ പരിചയപ്പെടുത്തപ്പെടുമ്പോൾ ഇഖ്ലാസോടുകൂടി നല്ലൊരു നന്മ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതൊക്കെയും പ്രചരിപ്പിക്കുന്നതും സ്വന്തം ജീവിതത്തിൽ പുലർത്തുന്നതും നമുക്ക് കാണാം. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ ശരിയായ സ്രോതസ്സുകളിൽ നിന്നല്ലാതെ ഒരു ഉറപ്പുമില്ലാത്ത, ഒരു പ്രമാണത്തിന്റെ പിൻബലവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ വളരെ അതിസൂക്ഷ്മമായി നല്ലതുപോലെ തന്നെ ചിന്തിച്ചും പഠിച്ചും ആലോചിച്ചുമാണ് നമ്മൾ ദീനീ കാര്യങ്ങൾ പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സാധാരണ ഗതിയിൽ നമ്മളൊക്കെ പള്ളികളിൽ നിന്ന് ആ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയിലും മറ്റുമൊക്കെ കേൾക്കാറുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമദാനിനെ എത്രയും വേഗം നമ്മളിലേക്ക് എത്തിക്കണേ, നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥന. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനയല്ല. അത് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകളൊക്കെയും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അത് ദുർബലമായ ഒരു ഹദീസാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യനല്ലാതെ പ്രാർത്ഥിക്കാം, ഒരു മനുഷ്യന് ഏതു മാസവും പ്രാർത്ഥിക്കാം, മുഹറത്തിലും സഫറിലും പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, മുഹറം സഫർ വന്നു, എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, എന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരണമേ, എന്റെ ജോലിയിൽ ബറക്കത്ത് തരണേ, എന്റെ മക്കളിൽ ബറക്കത്ത് തരണേ. സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. എന്നാൽ റജബിൽ മാത്രം ഒരു പ്രത്യേക പ്രാർത്ഥന, ശഅബാനിൽ മാത്രം ഒരു പ്രത്യേക പ്രാർത്ഥന, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇസ്ലാമിൽ ഉണ്ട്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്കുള്ള ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ റജബിൽ ചില പ്രത്യേക നോമ്പുകൾ, റജബ് 1-ാമത്തെ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് 2 വർഷത്തെ പാപങ്ങൾക്കുള്ള കഫാറത്താണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇല്ലാത്ത ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണാം. റജബ് 1-ന് നോമ്പെടുത്താൽ അത് 2 വർഷത്തേക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, റജബ് 2-ന് നോമ്പെടുത്താൽ അത് 1 വർഷത്തിനുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതിൽ പലതും ഒന്നുകിൽ ദുർബലമാണ്, അതുമല്ലെങ്കിൽ പല ഹദീസുകളും മൗദൂ ആണ്, അഥവാ ദുർബലമെന്ന് മാത്രമല്ല പൂർണ്ണമായും പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരെങ്കിലും വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കി പ്രചരിപ്പിച്ചതും എന്ന് ഉറപ്പുള്ള ഹദീസുകൾക്കാണ്, ഹദീസ് എന്ന് പോലും പറയാൻ പറ്റാത്ത വാചകങ്ങൾക്കാണ് മൗദൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ റജബിനുള്ള ഫദ്ലുകൾ ഏതു മാസത്തിനുള്ള ഫദ്ലുകളായും അത് അംഗീകരിക്കുക, അത് ജീവിതത്തിൽ കണിശമായി പാലിക്കുക. അതിനില്ലാത്ത മറ്റു പല ആളുകളും കെട്ടിവെച്ച ഫദ്ലുകൾ അത് അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കില്ല എന്ന് തിരിച്ചറിയുക. റജബ് മാസത്തിലുള്ള റഗായിബ് നിസ്കാരം, റഗായിബ് ഹിജ്റ 480 മസ്ജിദുൽ അഖ്സയിൽ, ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിൽ വന്ന് ഒരു മനുഷ്യൻ തുടക്കം കുറിച്ച റഗായിബ് നിസ്കാരം റജബിലെ ഈ പറഞ്ഞ ബിദ്അത്തുകളിൽപ്പെട്ട ഒന്നാണ്. ഏതായിരുന്നാലും ഏത് കാര്യത്തിലും നമ്മൾ ആ ശ്രദ്ധ പുലർത്തുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കണം ഇല്ലാത്ത നമ്മൾ പുതുതായി കേൾക്കുന്ന നോമ്പായിരുന്നാലും നിസ്കാരങ്ങളായിരുന്നാലും ദിക്റുകളായിരുന്നാലും ദുആകളായിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയകമായി നൂറ്റാണ്ടുകൾ മുതലേ ഹിജ്റ 480 5-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി റജബിലെ റഗായിബ് നിസ്കാരം ലോകത്തുണ്ടാകുന്നത്. ഏതാണ്ട് അതേ കാലത്താണ് ഷഅബാൻ 15-ലെ
നിസ്കാരം, രാത്രി നിസ്കാരം ഉണ്ടാകുന്നത്. അങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ വന്ന പല കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഇത്തരം കാര്യങ്ങൾ മാത്രം ബോധ്യപ്പെടുത്താൻ സമൂഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ കിതാബുകൾ വരെ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വർഷത്തിലെയും ഓരോ മാസത്തിലും ജനങ്ങൾ ഉണ്ടാക്കിയ പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്തുകളുടെ പേരിൽ ഗ്രന്ഥമുണ്ട്. ഓരോ വർഷത്തിലും മുഹറത്തിൽ ആളുകൾ ഉണ്ടാക്കിയ ബിദ്അത്തുകൾ, മുഹറത്തിന് അള്ളാഹു കൊടുത്തൊരു ഫളിലുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി റജബിന്റെ മാസത്തിൽ ആളുകൾ ഉണ്ടാക്കിയ ഇത്തരം വ്യാജ ഹദീസുകളും നിർമ്മിതമായ കഥകളും അതുപോലെ തന്നെ ദഈഫായ ഹദീസുകളും ഒക്കെ ചേർത്ത് ആളുകൾ ഇല്ലാത്ത കുറെ ശ്രേഷ്ഠതകൾ റജബിനുണ്ടാക്കിയപ്പോൾ അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥമാണ് തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്. റജബിന്റെ ഫദ്ല്, റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ആളുകൾ കൊണ്ടുവന്ന അത്ഭുതകരമായ കുറെ ഇല്ലാത്ത കുറെ ഹദീസുകൾ, റിപ്പോർട്ടുകൾ, ഇതിന്റെയൊക്കെ വിഷയത്തിൽ വന്ന കാര്യങ്ങൾക്കൊരു വിശദീകരണം, അതിന്റെയൊക്കെ ഒരു ശരിയായ രീതി, ശരിയായ വ്യാഖ്യാനം എന്താണ് എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അപ്പോ ദീന് പഠിക്കുന്നിടത്ത്, ദീന് സ്വീകരിക്കുന്നിടത്ത് ഇതൊരു ചെറിയ ദിക്റാണെങ്കിൽ പോലും ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ, അത് കേൾക്കുന്നയാൾ യർഹമുക്കല്ലാ എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ അൽഹംദുലില്ലാ എന്നതിന് പകരം സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും നമുക്കില്ല. അവിടെ അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ, അതൊരു ചെറിയ വാചകം, ഒരു സെക്കൻഡ് പോലും എടുക്കാത്ത ആ വാചകം അതുപോലെ തന്നെ പറഞ്ഞാലേ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകളായി നമ്മൾ മാറുകയുള്ളൂ. ഏത് രംഗത്തും ആ ഒരു സൂക്ഷ്മത നമുക്കുണ്ടാവുക, പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശീലിക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. ربنا اغفر وارحم وأنت خير الراحمين. والحمد لله رب العالمين.